സമരത്തിന്റെ ഉദ്ദേശശുദ്ധിയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ മുഖ്യമന്ത്രി എന്ത് നേടാനായിരുന്നു സമരം എന്ന് രോഷത്തോടെ ആരായുകയും ചെയ്തു. എന്ത് നേടാൻ വേണ്ടിയാണ് സമരത്തിന് പോയത്? ആ ചോദ്യം എന്തുകൊണ്ടാണ് ആരും ചോദിക്കാത്തത്? എന്തായിരുന്നു സർക്കാർ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നത്? ഒരു കാര്യവും സമരത്തിലൂടെ നേടാനും ഉണ്ടായിരുന്നില്ല. ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. ആരും ആവശ്യപ്പെടാതെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവരാവശ്യപ്പെട്ടു ഞങ്ങൾക്കൊരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണമെന്ന്. ഈ സാങ്കേതികത്വം എല്ലാം മാറ്റിവെച്ചു. ഉടനെ തന്നെ നിശ്ചയിച്ചു കൊടുത്തു. ഇതെല്ലാം ചെയ്ത സർക്കാരാണ്. ആരുടെ മുന്നിലും സധൈര്യം ഈ സർക്കാരിന് പറയാൻ പറ്റും, ഒരു ശങ്കയില്ലാതെ പറയാൻ പറ്റും. എല്ലാ കാര്യവും ചെയ്ത സർക്കാരാണ്. സമരത്തെ ചിലർ രാഷ്ട്രീയമായി ഹൈജാക്ക് ചെയ്യുകയായിരുന്നു. CPM അനുഭവമുള്ള ജിഷ്ണുവിന്റെ കുടുംബത്തെ SUCIക്ക് റാഞ്ചിയോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ: പൂർണ്ണമായും പാർട്ടിയുടെ ഒരു കുടുംബത്തെ SUCIക്ക് എങ്ങനെ റാഞ്ചാൻ പറ്റി? CPIM-ൽ വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിന് ഇത്തരമൊരവസ്ഥ വന്നപ്പോൾ അവർക്ക് വന്നു ചേർന്ന പ്രത്യേക മാനസികാവസ്ഥയുണ്ട്. ആ മാനസികാവസ്ഥയെ മുഴുവൻ ഉപയോഗിച്ച് SUCI ആണെന്ന് കാണണ്ട. അതിൻ്റെ പിന്നാലെ ചേർന്ന മറ്റ് രാഷ്ട്രീയക്കാരുണ്ട്. അവരെല്ലാം കൂടി ചേർന്ന് അവരെ ഒരു വല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട്. ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ പോലീസിനെതിരെ നടപടിയെടുക്കാനാവില്ല. പ്രശ്നത്തിൽ CPM കേന്ദ്ര നേതൃത്വം ഇടപെട്ടുവെന്ന വാദം തള്ളിക്കളഞ്ഞ പിണറായി വിജയൻ സമരം അവസാനിപ്പിച്ചതിൽ കാനം രാജേന്ദ്രന് പങ്കൊന്നുമില്ലെന്ന് തുറന്നടിക്കുകയും ചെയ്തു. കാനം അവിടെ പോയി എന്നുള്ളത് ശരിയാണ്. ഈ തീരുന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു പങ്കും വഹിച്ചിട്ടില്ല. K. സജീഷ്, മീഡിയ 1, തിരുവനന്തപുരം.